നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വിവിധ വകുപ്പുകളിൽ നടന്ന അഴിമതിയുടെ ആഴമറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. കഴിഞ്ഞ കുറേ നാളുകളായി പൂഴ്ത്തിവെച്ചിരുന്ന അഴിമതി കഥകൾ ഒന്നൊന്നായി രംഗത്ത് വരികയാണ്. ഇത് സംബന്ധിച്ച് നിരവധി വിവരങ്ങളാണ് മറുനാടന് കിട്ടിയിരിക്കുന്നത്. ഓരോ വകുപ്പിലും നടന്നിട്ടുള്ള അഴിമതികളുടെ ഞെട്ടിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് മറുനാടൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റ് വിഹിതത്തിലാണ് അഴിമതിയുടെ പ്ലാനിംഗ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തങ്ങൾ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ വഴി അഴിമതിയും ക്രമക്കേടും ഒന്നൊന്നായി നടപ്പാക്കും. തങ്ങൾ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ അഴിമതി കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ പുകച്ച് പുറത്തു ചാടിക്കും. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആരും അറിയാത്ത ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് കൊണ്ടുവന്നിടും. അഴിമതി നടന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒന്നുകിൽ ചിതൽ തിന്നും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴി തീ വിഴുങ്ങും. ഭരണം പോകുമെന്നായപ്പോൾ പിണറായിക്കും കൂട്ടർക്കുമുണ്ടായ വേവലാതിക്ക് കാരണവും മറ്റൊന്നല്ല. എല്ലാ മേഖലയിലും അഴിമതി നടമാടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ഒന്നുകിൽ മാസങ്ങളിലായി സസ്പെൻഷനിലാണ്, അല്ലെങ്കിൽ അപ്രധാന തസ്തികകളിലാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും ഇതിന് ഉദാഹരണമാണ്. കേരള പോലീസ് സേനയിലെ തന്നെ മിടുക്കനായ ഒരു DYSP 2 കോർപ്പറേഷനുകളിലെ കോടികളുടെ അഴിമതി കണ്ടെത്തി. ആദ്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് തിരിച്ചെടുത്തെങ്കിലും അർഹമായ പ്രമോഷൻ നിഷേധിച്ചിരിക്കുകയാണ്. കോട്ടയം DCRBയിൽ വെറും DYSPയായി ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലം സ്വദേശിയായ P ജ്യോതികുമാർ തുടരുകയാണ്. അദ്ദേഹം കണ്ടെത്തിയ അഴിമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തോട്ടണ്ടി ഇറക്കുമതി. മറ്റൊന്ന് KFCയിലെ തട്ടിപ്പായിരുന്നു. തോട്ടണ്ടി ഇറക്കുമതിയിൽ മാസങ്ങൾ നീണ്ട അന്വേഷണമാണ് അദ്ദേഹം നടത്തിയത്. വളരെയധികം ഹോംവർക്ക് ചെയ്തു. വിദേശ രാജ്യങ്ങൾ വരെ നീളുന്ന ഫോളോ അപ്പാണ് അദ്ദേഹം നടത്തിയത്. കണ്ടെത്തിയ സത്യങ്ങൾ നടുക്കുന്നതായിരുന്നു. നടുക്കടലിൽ വെച്ച് പോലും തോട്ടണ്ടി വിതരണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ CBI വരെ മുഖവിലേക്കെടുത്തു. പക്ഷേ ഇതൊന്നും സർക്കാരിന് വേണ്ട. സർക്കാർ ഇതെല്ലാം പൂഴ്ത്തി. 2015-16 കാലയളവിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് വിജിലൻസ് ഇൻസ്പെക്ടറായിരുന്ന P ജ്യോതികുമാർ കണ്ടെത്തിയത്. UDF ഭരണകാലത്തെ അഴിമതി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് CBI അന്വേഷിച്ചു. INTUC നേതാവ് R ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD ആയിരുന്ന രതീഷും അടക്കമുള്ളവർ ക്രമക്കേട് നടത്തിയെന്ന് CBI കണ്ടെത്തിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കാൻ പിണറായി സർക്കാർ രംഗത്ത് വരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓർക്കണം, UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതി, പക്ഷേ ആ അഴിമതി മൂടിവെക്കുന്നത് LDF സർക്കാർ. പ്രതികൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അഴിമതി കണ്ടെത്തിയ അന്നത്തെ വിജിലൻസ് ഇൻസ്പെക്ടറായിരുന്ന ജ്യോതികുമാറിനെ സർക്കാർ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്നതാണ് പിന്നീട് കണ്ടത്. INTUC നേതാവായ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായി മാറുന്നത് കണ്ട് CPMകാർ പോലും ഞെട്ടിത്തെറിച്ചു നിന്നു. എന്തു വന്നാലും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBIക്ക് കൊടുക്കില്ലെന്ന പിടിവാശിയാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിലവിലുള്ള കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഖനീഷ് മെയ് 18 നേരിട്ട് ഹാജരാകാൻ ഉത്തരവ് വന്നിരിക്കുകയാണ്. അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി CBI കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അഴിമതി നിരോധന നിയമപ്രകാരം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചിരുന്നു. ഇതിന് 4 വാദങ്ങളാണ് സർക്കാർ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത്. സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം ഹൈക്കോടതി കാര്യകാരണ സഹിതം തള്ളി. തീർത്തും ദുർബലമായ വാദങ്ങളാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. കോടതി ഇതെല്ലാം പൊളിച്ചടുക്കി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതായത് CVC മാർഗനിർദ്ദേശങ്ങളും സ്റ്റോർ പർച്ചേസ് മാനുവലും കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ബാധകമാണെന്ന് ഉറപ്പിക്കാൻ തക്കതായ തെളിവുകളില്ല എന്നാണ് സർക്കാർ പ്രധാനമായും വാദിച്ചത്. എന്നാൽ ഈ കണ്ടെത്തൽ വസ്തുതാപരമായി തെറ്റാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സംഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം സ്റ്റോർ പർച്ചേസ് മാനുവലാണ്. മാനുവലിലെ അനുബന്ധ 1-ൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 77ാമതായി കശുവണ്ടി വികസന കോർപ്പറേഷനെ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പൊതുപണമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ പൊതുസംഭരണത്തിൻ്റെ പരിധിയിൽ വരും. അതിനാൽ മാനുവലിലെ 1-ാം അധ്യായം അനുസരിച്ച് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും CVC മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ് എന്ന് കോടതി പറഞ്ഞു. കൂടാതെ കോർപ്പറേഷന് സ്വന്തമായി ഒരു പർച്ചേസ് മാനുവൽ ഇല്ലെന്ന വസ്തുത അനുമതി നൽകേണ്ട അധികാരി പരിഗണിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ പരാജയമാണ് കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അനുമതി നൽകേണ്ട അധികാരി എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാരിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതൊരു പരാജയമാണ്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 അംഗങ്ങളുള്ള ഡയറക്റ്റ് ബോർഡാണ് വിവാദമായ കരാറുകൾക്കെല്ലാം അംഗീകാരം നൽകിയത്.
അതിനാൽ ഒരു സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള ബോർഡിൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായാണ് ആരോപിക്കപ്പെടുന്ന നടപടികൾ ഉണ്ടായതെന്നായിരുന്നു സർക്കാരിൻ്റെ രണ്ടാമത്തെ വാദമുഖം. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതലയുള്ള മുഖ്യ നിർവഹണ ഉദ്യോഗസ്ഥനായ മാനേജിംഗ് ഡയറക്ടർ ഈ കേസിൽ ഒന്നാം പ്രതിയാണെന്നും ബോർഡ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർമാൻ അദ്ദേഹം മൂന്നാം പ്രതിയാണെന്നും കോടതി നിരീക്ഷിച്ചു. ടെൻഡറുകൾ അന്തിമമാക്കുന്നതിനുള്ള എല്ലാ ബോർഡ് യോഗങ്ങളിലും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും സ്ഥിരമായി പങ്കെടുത്തിരുന്നു. എന്നാൽ മറ്റ് അംഗങ്ങളുടെ പങ്കാളിത്തം വ്യത്യാസപ്പെട്ടിരുന്നുവെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. 1-3 പ്രതികൾ, അതായത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ചേർന്നാണ് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തതെന്നും തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് 4-ാം പ്രതിയുമായി ഗൂഢാലോചന നടത്തി നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കരാറുകൾ നൽകിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അനുമതി നൽകേണ്ട അധികാരി ഈ വ്യക്തമായ കണ്ടെത്തലുകൾ അവഗണിച്ചുവെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാരാണ് ഇത് അവഗണിച്ചിരിക്കുന്നത്. സർക്കാർ തന്നെയാണ് അനുമതി നൽകേണ്ട അധികാരി. 2006-നും 2015-നും ഇടയിൽ 4-ാം പ്രതിക്ക് നൽകി, അതായത് തോട്ടണ്ടി എത്തിക്കുന്ന കരാറുകാരൻ 14 ടെൻഡറുകളുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം ആരോപണങ്ങളുമെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. 2007-ലെ സർക്കാർ ഉത്തരവിനെ ആശ്രയിച്ചാണ് ഈ കരാറുകൾ എല്ലാം നൽകിയതെന്നും ആ ഉത്തരവ് വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പുറപ്പെടുവിച്ചതെന്നുമാണ് CBI ആരോപിക്കുന്നത്. സർക്കാരിൻ്റെ ഉത്തരവുകളെക്കുറിച്ച് പ്രതികരിക്കാനോ അവയെ ചോദ്യം ചെയ്യാനോ ഒരു അന്വേഷണ ഏജൻസിക്ക്, അതായത് CBI പോലൊരു അന്വേഷണ ഏജൻസിക്ക് അധികാരമില്ലെന്ന സർക്കാരിൻ്റെ വാദവും കോടതി പൊളിച്ചടക്കി. 2007-ലെ സർക്കാർ ഉത്തരവ് വേണ്ടത്ര ആലോചനയില്ലാതെ പുറപ്പെടുവിച്ചാണെന്ന വാദം പ്രോസിക്യൂഷൻ ഒരിടത്തും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. മറിച്ച് പ്രതികൾ തമ്മിലുണ്ടായ ഗൂഢാലോചനയുടെ ഫലമായി കശുവണ്ടി വികസന കോർപ്പറേഷന് ഉത്തരവാദിത്തോടു കൂടിയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള മുൻ ഉത്തരവ് തുടരാൻ അനുവദിക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് നേടിയെടുക്കുന്നതിൽ 1-ാം പ്രതി വിജയിച്ചു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. പിന്നീട് ആ ഉത്തരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിന് വിരുദ്ധമായി 4-ാം പ്രതിയുമായി ചേർന്ന് മറ്റ് പ്രതികൾ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുവെന്നും കോർപ്പറേഷൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വസ്തുതാപരമായും നിയമപരമായും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് കോടതി തള്ളിക്കളഞ്ഞ വാദങ്ങൾ തന്നെയാണ് അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ തിരിച്ചും മറിച്ചും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതിയെ നിർബന്ധിതമാക്കിയത് എന്ന് നിയമവൃത്തങ്ങളുടെ പൊതു അഭിപ്രായം ഉണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന തോട്ടണ്ടി അഴിമതി കേസിൽ പ്രതികളായ R ചന്ദ്രശേഖരനും അന്നത്തെ MD ആയിട്ടുള്ള KA രതീഷിനും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ CBIക്ക് നിഷേധിച്ചു. അഴിമതി കണ്ടെത്തിയ വിജിലൻസ് DYSP P ജ്യോതികുമാറിനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി. അതേസമയം തന്നെ KFCയിൽ അദ്ദേഹത്തെ വിജിലൻസ് ഓഫീസറായിരുന്ന അദ്ദേഹം അവിടുത്തെ വാഹന വായ്പ സംബന്ധിച്ച് അഴിമതി കണ്ടെത്തി. ഈ 2 കാരണങ്ങൾ കൊണ്ട് സർക്കാരിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഈ 2 വമ്പൻ അഴിമതികൾ കണ്ടെത്തിയ അദ്ദേഹത്തെ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിൻ്റെ നേതാവും പൊതുപ്രവർത്തകനുമായ കടകംപള്ളി മനോജായിരുന്നു ഈ തോട്ടണ്ടി ഇറക്കുമതി കേസിലെ പരാതിക്കാരൻ. കേസ് അന്വേഷണം പുരോഗമിക്കും തോറും മനോജിന് മേൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള സമ്മർദ്ദവും ഉണ്ടായി. 50 ലക്ഷം രൂപ വരെ മനോജിന് വാഗ്ദാനം ചെയ്തിരുന്നു. മനോജ് മുമ്പ് മറുനാടൻ മലയാളിക്ക് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നൽകിയിരുന്നു. അന്ന് ഈ തോട്ടണ്ടി ഇറക്കുമതി കേസിലെ തോട്ടണ്ടി ഇറക്കുമതി വിഷയത്തിലെ സകല കള്ളക്കളികളും അദ്ദേഹം പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ ഈ കേസ് അന്വേഷിച്ച DYSP P ജ്യോതികുമാറിന് അർഹമായ non-IPS SP സ്ഥാനം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം സർക്കാരിനെതിരെ നിലകൊണ്ടു, സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെ നിയോഗിച്ചിരുന്ന 2 വകുപ്പുകളിലെ ഏറ്റവും വലിയ അഴിമതികൾ തന്നെ അദ്ദേഹം കണ്ടെത്തി എന്നു മാത്രമല്ല അത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്തു, വിജിലൻസ് അന്വേഷണത്തിന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന SP-മാരുടെ പ്രൊമോഷൻ നൽകാനുള്ള ശുപാർശ ലിസ്റ്റിൽ നിന്നും അങ്ങനെ ജ്യോതികുമാറിനെ സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ പ്രതികാരം തുടരുകയാണ്.